ഹായ്, ഞാൻ അമ്പിളി. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെന്നല്ല, ഏറ്റവും കൂടുതൽ എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിയിരുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ്. കാരണം മുതിർന്നവർ അവരുടെ ഈഗോയും അവർ വലുതാണ് എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളിലേക്കാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ അടിച്ചേൽപ്പിക്കാനായിട്ട് പറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളായിരുന്നു എന്നും ഇര. അന്നത്തെ നമ്മളുടെ പണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇന്നും അതിൻ്റേതായ രീതിയിൽ തന്നെ ഇന്നിപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുന്നു. പിന്നെ എക്സ്പോഷറും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് നമ്മളും വഴിതെറ്റാൻ എളുപ്പമാണ്, കുട്ടികളും വഴിതെറ്റാൻ എളുപ്പമാണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ മുതിർന്നവരിലും വ്യത്യാസം വന്നിട്ടില്ല, കുട്ടികളിലും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് കോലം മാറും എന്ന് പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് നോക്കി തിരുത്താനോ അല്ലെങ്കിൽ നമ്മളിൽ എന്താണ് മാറേണ്ടതെന്ന് നമുക്ക് ഒരു വലിയ സാമൂഹിക കാര്യത്തെ ഒന്നും മാറ്റാനായിട്ട് നമുക്ക് എളുപ്പമല്ല. നമുക്ക് മാറ്റാൻ കഴിയുന്ന ഏറ്റവും മാറ്റാൻ കഴിയുന്നതെന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ഈ സമൂഹത്തിനനുസരിച്ചും അല്ലെങ്കിൽ നമുക്ക് നമ്മളാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പരുവപ്പെടുത്തിക്കൊണ്ട് വരിക, ഏത് രീതിയിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ഇന്നും അന്നും എന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സത്യമായ കാര്യമാണ്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് തൊട്ടേ നമുക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുട്ടികളെ നമ്മൾ ശാസിക്കുകയും വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഇന്ന് അതിനെ അപേക്ഷിച്ച് ആ രീതികളൊക്കെ കുറവാണെങ്കിൽ പോലും അങ്ങനെയുള്ള ആ ഒരു മുറകളും കാര്യങ്ങളും ഒക്കെ മാറിയെങ്കിൽ പോലും പല വേറൊരു ടോർച്ചറിങ് എന്ന രീതി, അതായത് മാനസികമായ രീതിയിലാണ് കുട്ടികൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത്. മറ്റേത് ഫിസിക്കലിയാണ് കൂടുതലും കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം എന്ത് വന്നു കഴിഞ്ഞാലും കൂടി വന്നു കഴിഞ്ഞാൽ പറയുന്നതിനേക്കാൾ നമ്മൾ ശ്വാസിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ അടി കൊണ്ടിട്ട് അവരപ്പുറം ഇപ്പുറം എന്താണ് കൂട്ടുകുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടായിരിക്കാം, അവർക്ക് പോയി കളിക്കാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് എക്സൈൽ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞും ശകാരിച്ചായിരിക്കും കൂടുതൽ രീതിയിലും അവരെ മെൻ്റൽ ടോർച്ചറിങ് ആണ് കൂടുതലും നടക്കുന്നത്. പക്ഷേ അതൊന്നും അവർക്ക് പുറത്തേക്ക് കളയാനായിട്ട് യാതൊരു മാർഗ്ഗം, കാരണം ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യങ്ങളും ഇതും മാത്രമല്ലാണ്ട് അവർക്കതൊന്ന് പുറത്തേക്ക് കളയാനായിട്ട് യാതൊരു രീതിയിലും ഈ പാരൻസ് തന്നെ ഒന്നെങ്കിൽ ഇടപെട്ട് അത് അവർക്കൊരു സമാധാനം കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു രീതിയിൽ അവർക്ക്, കാരണം ഫ്രണ്ട്സ് ആണെങ്കിലും കുറവാണ്, ഫ്രണ്ട്സുകളും ഇതുപോലെ തന്നെ അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടികളിലുള്ള ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു അവരുടെ ബാല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ ബാല്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ നമ്മൾക്ക് ഒരുപാട് അറിയാം. പക്ഷേ നമ്മൾ അവർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ബാല്യമാണെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്ക് എന്തോ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ വിളമ്പി അവരെ ഇങ്ങനെ കേൾപ്പിച്ച് അവരെ ഇങ്ങനെ മടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ പാരൻസും അധ്യാപകരാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടികൾക്ക് വേണ്ടത് അവരുടെ ബാല്യമാണ്, അവരെ മനസ്സിലാക്കലാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പോലെ തന്നെ മാനസിക വിഷമങ്ങളും കാര്യങ്ങളും അവരുടേതായ ബാലിശമായ കാര്യങ്ങൾ, അവർക്ക് എന്താ ഇപ്പോൾ വിഷമിക്കാനല്ലേ, അവർക്ക് ഭക്ഷണമില്ലേ, അവർക്ക് വസ്ത്രങ്ങളില്ലേ, അത് മാത്രമാണോ, വസ്ത്രവും ഭക്ഷണവും മാത്രമാണോ, ഇതൊക്കെയുള്ള നമുക്കില്ലേ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ്, കുട്ടിക്കാലത്തെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്ക് പഠിത്തത്തെ സംബന്ധിച്ചായിരിക്കാം, അല്ല അവർക്ക് മറ്റവരെ പോലെ ഒരു ഡ്രസ്സ് കിട്ടാഞ്ഞിട്ടായിരിക്കാം, അങ്ങനെ പല അതുങ്ങളെക്കുറിച്ച് അത് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക, കറക്റ്റായ സമയത്ത് അവരോട് സ്നേഹത്തോടെയും സമയം കൊടുത്തു അവരെ മനസ്സിലാക്കാനൊന്നും നമുക്ക് നേരമില്ല. അവരെ കുറ്റപ്പെടുത്താനും അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളുടെ കണക്ക് പറയാനും മാത്രമേ അന്നും ഇന്നും നമുക്ക് നേരമുള്ളൂ. പക്ഷേ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരോടുകൂടി കളിച്ചുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇന്നത് പുറത്തേക്ക് പോകാൻ യാതൊരു രക്ഷയില്ല. നമ്മൾ തന്നെയാണെങ്കിലും എല്ലാ പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ അവർ വന്നു അവരുടെ തിരക്കുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഇല്ല, അവരെ എന്തോ ട്യൂഷന് കാര്യങ്ങൾ പോയോ ബാക്കി കാര്യങ്ങളും ചോദിക്കുന്നു. കുട്ടികളുടെ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ ചോദിക്കാനും ചെയ്യാനും നമ്മൾ എല്ലാവരും വാദവരാതെ പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ തീർക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അല്ല വീട്ടിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു മുറവിളിയും കൂട്ടി നമ്മൾ നടക്കുകയാണ്.
മറ്റുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ പോലും ഉള്ള ഒരു ക്ഷമ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് സ്വയം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ, സ്വയം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പാരൻസ് വേണം എത്രയായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് തെറ്റുതിരുത്തി കൊടുക്കാനും അവരെ ശാസിക്കാനും എല്ലാ രീതിയിലും അവർക്ക് ഫ്രീഡം കൊടുത്തോ അവരെ ഇതാക്കിയോ ചെയ്യുകയോ അല്ല വേണ്ടത്. അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ടടുത്ത് ഫ്രീഡം കൊടുക്കണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. എന്തിനും ഏതിനും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഓരോ അച്ചീവ്മെൻറ്റ്സ്, അതായത് അത് നമ്മുടെ ജോലിയിലും ബാക്കി കാര്യങ്ങളിലും എല്ലാം നമ്മൾ സ്റ്റേബിൾ ആവുന്നത് പോലെ തന്നെ അതിനേക്കാളുപരി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ അതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ചെയ്യാതെ വേറെ എന്ത് നേടിയെടുത്തിട്ട് വെറുതെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കൊടുക്കുന്നതൊന്നും കണക്ക് പറയേണ്ട കാര്യങ്ങളല്ല, അത് അവർക്ക് നമ്മൾ നൽകേണ്ട കാര്യങ്ങളാണ്. അതിലവരെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വരുത്തിയെങ്കിൽ മാത്രമേ അവരെ നമ്മൾ തിരുത്തേണ്ടതായിട്ടും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുമല്ലോ. അപ്പോൾ അല്ലാതെ സമയങ്ങൾ ഇല്ലാത്ത നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ച്, കാരണം അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ഇന്നത്തെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രഷറുകളും കാര്യങ്ങളുമാണ്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലും കുട്ടികളെ കൊണ്ട് ചേർക്കും. അവർക്കത് ഇഷ്ടമാണോ അല്ലയോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല. നമ്മൾക്ക് ഇപ്പം പറ്റും സാധിക്കും എന്നതുകൊണ്ട് നമ്മൾ അതിനെല്ലാം കൊണ്ട് അതുങ്ങളെ ചേർക്കുന്നു. എന്നിട്ട് അവർക്ക് അതിന് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റുന്നുണ്ടോ, ഇതെല്ലാം കൂടെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു നേരത്തെ ഫുഡ് നമ്മളൊന്ന് സമാധാനമായിട്ട് നല്ല രീതിയിൽ അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കാനോ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന പോലെ നേരാണ് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളെല്ലാം ഓർക്കുന്നത് എന്താണ്, അവർ മെറ്റീരിയലിസ്റ്റിക്കായി പോകുന്നതിന് നമ്മൾ യാതൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അല്ലെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ തന്നെയാണ് അവരെ ആ രീതിയിലേക്ക് ആക്കി തീർക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ പണ്ട് അനുഭവിച്ച കഥകൾ പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ഓരോന്നിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു നല്ല രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാത്രമാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതിനുശേഷം വേണം നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താനും ബാക്കി രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇതാവാനും. അങ്ങനെ വളരുന്ന കുട്ടികൾ ഒരിക്കലും ഒരു പരിധി വരെ ഒരു തെറ്റുകളിലേക്കും പോകാതെ അവർ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എത്രയൊക്കെ വന്നാലും ചിലതുങ്ങൾ ഈ പറയുന്നത് പോലെ ചില കുട്ടികൾ പോയെന്നിരിക്കും. അവരെ നല്ല രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. എത്രയായാലും നമ്മൾ ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്താനായിട്ട്.